ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ സ്നേഹയുടെ ആഗ്രഹം പോലെ അവൾ അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലെ പ്രേതത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണാനായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവളുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയും ചെയ്തു. നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നേക്കണേ, കോളേജിൽ പോകേണ്ടതില്ലേ എന്ന കാര്യം സരിത അവളെ ഓർമ്മിപ്പിച്ചു. പിന്നെ അവർ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കേട്ടണം, സുഖിക്കണം, ഞാൻ മനസ്സിൽ പറഞ്ഞു. മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പോൾ നെറുക്കു വീണത് സ്നേഹയ്ക്കാണ്. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഇന്ന് രാത്രി മുത്തച്ഛന് എന്തായാലും ഉറക്കമുണ്ടാവില്ല. മുത്തച്ഛൻ എന്തായാലും പണിയെടുക്കാൻ എണീക്കും. അപ്പോഴേക്കും എങ്ങനെയെങ്കിലും എൻ്റെ പണി തീർത്തിയിട്ട് അമ്മയുടെ റൂമിലേക്ക് ചെല്ലണം. അവർക്ക് അതൊരു സർപ്രൈസാവും. അപ്പോൾ അവരുടെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായാൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം അമ്മയ്ക്ക് അംഗീകരിച്ച് തരാതിരിക്കാനാവില്ല. ഞാൻ മനസ്സിൽ പദ്ധതിയിട്ടു. അമ്മ: മോളെ, മോൾ മുകളിലത്തെ റൂമിൽ കിടന്നോളൂട്ടോ. ഇനി പേടിയുണ്ടെങ്കിൽ ദേ ഇവൻ്റെ റൂം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. സ്നേഹ: പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ ഇവൻ്റെ റൂമിൽ നിന്നോളാം. അത് കേട്ടതും എൻ്റെ സന്തോഷം ഇരട്ടിച്ചു. പിന്നെ അമ്മ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് മുത്തച്ഛൻ ഇടയിൽ കയറി പറഞ്ഞു: അത് നന്നായി മോളെ, മോള് ഇവൻ്റെ റൂമിൽ നിന്നോ. കൂട്ടിന് ഒരാളായല്ലോ. മുത്തച്ഛൻ ഒരു ചിരിയോടെ അതും പറഞ്ഞ് അമ്മയെ നോക്കി. പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മുത്തച്ഛൻ മുത്തച്ഛൻ്റെ റൂമിലേക്കും അമ്മ അമ്മയുടെ റൂമിലേക്കും പോയി. ഞാനും സ്നേഹയും എൻ്റെ റൂമിലേക്ക് ചെന്നു. ദേ ഇതാണ് എൻ്റെ റൂം, ഇതാണ് ബെഡ്. സ്നേഹ: ആ ഓക്കെ, റൂം കൊള്ളാലോ, ഞാനിവിടെ കിടന്നോളാം. അതും പറഞ്ഞ് അവൾ ബെഡിൽ കയറി. ആഹാ, ഇവൾ കൊള്ളാലോ, എല്ലാം വളരെ ഫാസ്റ്റാണല്ലോ, ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാനും ബെഡിൽ കിടന്നു. സ്നേഹയ്ക്ക് ഒരു തലയിണയും കൊടുത്തു. പിന്നെ സ്നേഹ ബെഡിലുണ്ടായിരുന്ന പുതപ്പെടുത്തു. എന്നിട്ട് പറഞ്ഞു: ദേ നമുക്ക് ഈ പുതപ്പ് പുതക്കാം. അപ്പോൾ പ്രേതം വന്നാൽ നമുക്ക് പെട്ടെന്ന് പേടി തോന്നില്ല. പിന്നെ പ്രേതം വന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പുതപ്പൊക്കെ വലിച്ചെടുക്കുന്ന സീൻ? അത് കേട്ടതും ഞാൻ ചിന്തിച്ചു, കൊള്ളാലോ പരിപാടി. ഇതിപ്പോൾ ഇവൾ തന്നെ എൻ്റെ ജോലി എളുപ്പമാക്കി തരികയാണല്ലോ. അതേ സ്നേഹ, നമുക്ക് പുതപ്പ് പുതക്കാം. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി പുതപ്പും പുതച്ച് കിടന്നു. പിന്നെ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കവേ ഞാൻ കൂടുതൽ അടുത്തേക്ക് ചേർന്നു. ഞാൻ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ സമയം നോക്കി. 12 മണി കഴിഞ്ഞു. സ്നേഹ: ഇതെന്താ പ്രേതം വരാത്തത്? വരും, പുതിയ ആളെ ഇവിടെ കണ്ടതുകൊണ്ട് അത് വരാൻ ചെറിയ മടി കാണിക്കുന്നതാവും. അത് കേട്ട് സ്നേഹ ഒന്ന് മൂളി. ഞാൻ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ടേക്ക് ചേർന്നു. പെട്ടെന്ന് റൂമിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങിയതും അവൾ പേടിയോടെ എന്നെ നോക്കി. ഇപ്പോൾ സന്തോഷമായോ? ദേ പ്രേതം വന്നു. സ്നേഹ: സന്തോഷമോ? എനിക്ക് പേടിയാവുന്നു. അത്രയും നേരം ധൈര്യം കാണിച്ച് കൂടെ നിന്നാൾ അപ്പോൾ പേടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. സ്നേഹ: എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. അത്രയ്ക്ക് പേടിയാണെങ്കിൽ ദേ എന്നെ പിടിച്ചോളൂ. സ്നേഹ: ഓ അതൊന്നും വേണ്ട. അതും പറഞ്ഞ് അവൾ ധൈര്യമുള്ളതായി ഭാവിച്ച് തിരിഞ്ഞു കിടന്നു. ഇപ്പോൾ സ്നേഹയുടെ പിൻഭാഗമാണ് എൻ്റെ മുന്നിൽ ദൃശ്യമാകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്നും തട്ടുന്നതും മുട്ടുന്നതും പോലുള്ള ശബ്ദം കേട്ടു. സ്നേഹയാണെങ്കിൽ പേടിച്ച് പുതപ്പിനുള്ളിലേക്ക് മുഴുവനായി നീങ്ങി. അപ്പോൾ ഞാൻ അത്
അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് കൊടുത്തതും സ്നേഹ ഒന്നിളകി. സ്നേഹ, എൻ്റെ പിന്നിൽ എന്തോ തട്ടുന്ന പോലുണ്ടല്ലോ. ഞാൻ അതോ? അതും പ്രേതത്തിൻ്റെ സൂത്രമാണ്. അനങ്ങാതെ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ പ്രേതം പിടിക്കും. അതും പറഞ്ഞ് ഞാൻ കൈ അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു. സ്നേഹ, ദേ വീണ്ടും. നീ എന്തിനാ കൈ വെക്കുന്നേ? അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു. ഞാനല്ല, അതും പ്രേതമാണ്. നിന്റെ നല്ല മനസ്സ് കണ്ടിട്ട് പ്രേതത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നാ തോന്നുന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ എന്നെ തിരിഞ്ഞു നോക്കി. സ്നേഹ, സത്യമാണോ? എങ്കിൽ പ്രേതത്തിനെ എൻ്റെ ഫ്രണ്ടാക്കിയാൽ ഞാൻ പറയുന്നതെന്തും സാധിച്ചു തരുമോ? കോളേജിൽ എനിക്ക് ഷൈൻ ചെയ്യാനാ. അത് കേട്ടതും ഭൂതം, ജിന്നി എന്നിവയുടെ സിനിമാ കഥകളിലേതുപോലെയാണ് അവൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്താ, പ്രേതം വിചാരിച്ചാൽ എന്തും നടക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കണമെങ്കിൽ നീ പ്രേതത്തിനും എന്തെങ്കിലും കൊടുക്കണം. സ്നേഹ, എന്തു കൊടുക്കാനും ഞാൻ ഒരുക്കമാണ്. അത് കേട്ടതും ഞാൻ തുടങ്ങി. സ്നേഹയ്ക്ക് മനസ്സിൽ കുറേ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്ന് ഞാൻ പണിയെടുത്തു. അങ്ങനെ ജീവിതത്തിലാദ്യമായി ഒരു കാര്യം നേടിയെടുത്തു. അതിനിടയിൽ സ്നേഹ മതി മതി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിർത്താൻ തോന്നിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും ഞാൻ എണീറ്റ് സ്നേഹയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ പതിയെ കതക് തുറന്ന് ഫോണിൻ്റെ വെട്ടത്തിൽ ഞാൻ താഴേക്ക് ചെന്നു. അവർ കലാപരിപാടി തുടങ്ങിക്കാണുമോ? ഞാൻ ചിന്തിച്ചു. ഞാൻ നേരെ ചെന്നത് മുത്തച്ഛൻ്റെ റൂമിലാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുത്തച്ഛൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം അമ്മയുടെ റൂമിലേക്ക് ചെന്നതും പുറത്തു നിന്നും ശബ്ദം കേട്ടു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലൊരവസരം ഇനി ഒരിക്കലും കിട്ടില്ല, ഞാൻ ചിന്തിച്ചു. പിന്നെ വാതിലിൽ മുട്ടിയതും അകത്തെ ശബ്ദം നിലച്ചു. ഞാൻ വീണ്ടും വാതിലിൽ മുട്ടി. അപ്പോൾ അകത്തു നിന്നും അവർ ചെറിയ ശബ്ദത്തിൽ എന്തോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, എല്ലാം എനിക്കറിയാം, ടെൻഷനാവണ്ട, നമുക്കെല്ലാം ശരിയാക്കാം, വാതിൽ തുറക്ക്. പെട്ടെന്ന് അമ്മ വന്ന് വാതിൽ തുറന്നു. ഞാൻ ഒരു പുഞ്ചിരിയോടെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ ആകെ വിയർത്തിരിക്കുകയാണ്. പിന്നെ മുടിയും നൈറ്റിയുമൊക്കെ അലങ്കോലമായിരിക്കുകയാണ്. അമ്മ, എന്താടാ ഈ രാത്രിയിൽ? അമ്മ ഒരു വെപ്രാളത്തോടെ കിതച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? ഞാൻ വെറുതെ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. അമ്മ, ആ അതെ. അതും പറഞ്ഞ് അമ്മ കോട്ടുവ ഇടുന്നതുപോലെ അഭിനയിച്ചു. പെട്ടെന്ന് ഞാൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. വാതിലിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ മുത്തച്ഛൻ നിൽക്കുന്നു. എന്നെ കണ്ടതും മുത്തച്ഛൻ ചമ്മിയ ചിരി ചിരിച്ചു. ഞാനും ചിരിച്ചു. എന്താ മുത്തച്ഛ ഇവിടെ? മുത്തച്ഛൻ, ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ നടക്കാനിറങ്ങിയതാ. മുത്തച്ഛൻ്റെ നടത്തം കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് ഞാനും ഉണ്ട് കൂടെ നടക്കാൻ. അത് കേട്ടത് അമ്മയും മുത്തച്ഛനും സംശയത്തോടെ എന്നെ നോക്കി. സംശയിക്കണ്ട, എനിക്കും ഇതുപോലെ നടക്കാൻ പോകണം എന്ന ആഗ്രഹം കുറേ കാലമായുണ്ട്. അത് ഇന്ന് നടക്കണം. അമ്മ, ഡാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒന്നും വേണ്ട കേട്ടോ. ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാലോ. വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് എന്നെ ഉന്തിത്തള്ളി പറഞ്ഞു വിടാൻ ശ്രമിച്ചു. ഈ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും അവർ ഞെട്ടി. എന്താ പറയണോ? അപ്പോൾ അമ്മ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. പിന്നെ എൻ്റെ കാര്യം അംഗീകരിച്ചു. അങ്ങനെ എനിക്ക് അതും കിട്ടി.
ഒരു രാത്രിയിൽ 2 എണ്ണം. അതോർത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷേ തീർന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും സ്നേഹ അങ്ങോട്ട് വന്നു. ഞങ്ങൾ വാതിൽ കുറ്റിയിടാൻ മറന്നതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഇനി എന്തു പറയും, എന്തു ചെയ്യും എന്നറിയാതെ ആകെ നാണക്കേടായി നിൽക്കുമ്പോഴായിരുന്നു മുത്തച്ഛൻ്റെ ആ ചോദ്യം. ഞങ്ങളുടെ കൂടെ നടക്കാൻ കൂടുന്നോ? ആ ചോദ്യം കേട്ടതും സ്നേഹ ആദ്യമൊന്ന് പരിഭ്രമിച്ചു, പിന്നെ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നടക്കാനിറങ്ങി.